അതിജീവന പാതയിൽ വയനാട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശനം നടത്തും. ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. കണ്ണൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി ബെയ്ലി പാലം വരെ സന്ദർശനം നടത്തും. തുടർന്ന് അദ്ദേഹം ദുരന്തബാധിതർ താമസിക്കുന്ന ക്യാമ്പുകൾ സന്ദർശിക്കും. അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും. മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിത പ്രദേശങ്ങളിൽ നാളെ തെരച്ചിൽ ഉണ്ടായിരിക്കില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷയിലാണ് വയനാട്. കൽപ്പറ്റയിലും മേപ്പാടിയിലും പോലീസ് വലയത്തിലാണ്. SPGയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് മോക്ക് ഡ്രിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് വലിയ തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് വയനാട്ടിലെങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് ബെയ്ലി പാലത്തിന് സമീപത്തേക്ക്, ചൂരൽമലയിലെ ബെയ്ലി പാലത്തിന് സമീപത്തേക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് മോക്ക് ഡ്രില്ല് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതായത് ആശങ്കയുണർത്തുന്ന തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും അദ്ദേഹം രാവിലെ 11:30 കൽപ്പറ്റയിൽ എത്തിയതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് വ്യോമമാർഗം ഈ നിരീക്ഷണം നടത്തുക. ദുരന്തമുണ്ടായ എല്ലാ സ്ഥലങ്ങളിലും വ്യോമ നിരീക്ഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഇത് സംബന്ധിച്ച SPG പ്രത്യേകമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം അത് സംബന്ധിച്ച് എടുക്കുക എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും മേപ്പാടി മിംസ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുമെന്ന വിവരം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. അതോടൊപ്പം 2 ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ചാർട്ട് തയ്യാറാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആശങ്കയുണർത്തുന്ന തരത്തിൽ ഈ അമ്പലവയലിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടുവെന്ന വിവരം പുറത്തുവരുന്നത്. ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗൌരവതരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ടോ എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജില്ലാ ഭരണകൂടത്തോട് അടക്കം വിശദീകരണം തേടിയിട്ടുണ്ട്. സ്വാഭാവികമായി ആ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ബെയ്ലി പാലത്തിന് സമീപം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടന്നത്. ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ബെയ്ലി പാലത്തിന് സമീപത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് SPG സംഘം നയിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് ബെയ്ലി പാലത്തിന് സമീപത്ത് ഇപ്പോൾ ഉള്ളത്. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി 6 മേഖലകളിലായി നടത്തിയ ജനകീയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദുരന്തബാധിത മേഖലകളിലെ ഇന്നത്തെ തെരച്ചിൽ 12 മണിയോടെ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തെരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിദഗ്ധ പഠനം വേണമെന്ന് കേന്ദ്ര സംഘം. വലിയ ആഘാതമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലും തോട്ടം മേഖലയിലും ഉണ്ടായ നഷ്ടം വളരെ വലുതാണെന്നും പുനരധിവാസത്തിന് മാത്രമായി 2000 കോടി രൂപ ആവശ്യമാണെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘമാണ് സന്ദർശനം നടത്തിയത്. സംഘം ആദ്യം കളക്ടറേറ്റിൽ മന്ത്രിസഭാ ഉപസമിതി അംഗമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും മറ്റു ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന് ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി കേന്ദ്ര സംഘത്തിന് ബോധ്യപ്പെട്ടെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. അടിയന്തര പുനർനിർമ്മാണത്തിന് കേന്ദ്രത്തോട് 2000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക പുനരധിവാസം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് കേന്ദ്ര സംഘം വന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു.
അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡർബീസ് ക്ലീനിംഗ്, ദുരന്തമേഖലയിലെ മണ്ണും ചളിയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ 90 ദിവസമെങ്കിലും വേണം. അതിനും പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരച്ചിൽ എത്ര ദിവസം തുടരണമെന്നുള്ളത് ഇപ്പോ അതിലൊരു കൃത്യത നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. അതും അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റസ് റിലീഫ്, അതായത് ദുരന്ത മേഖലയിലെ ആളുകൾക്ക് അടിയന്തര സമാശ്വാസമായ ഒരു തുക അനുവദിക്കപ്പെടേണ്ടതുണ്ട്. അത് അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഇരയായവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ അനുവദിക്കും. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി പ്രതിപക്ഷം സർക്കാരിന് പദ്ധതി സമർപ്പിക്കും. രക്ഷാദൌത്യത്തിലടക്കം സർക്കാരുമായി യോജിച്ചു തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ഏറെ വലുതെന്ന് NDRF മേധാവി പീയൂഷ് ആനന്ദ് ന്യൂസ് 18നോട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിന് ബന്ധമില്ല. ദുരന്തത്തിന്റെ തീവ്രത നേരിൽ കണ്ട് ബോധ്യപ്പെടുന്നതിനാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നന്ദി അറിയിക്കുന്നതായും NDRF മേധാവി ന്യൂസ് 18നോട് പറഞ്ഞു. The situation is not very good. We all know there's lot been damage to property and to life. We are all trying to see what best is possible. I can tell you that this is being monitored at a very high level in Government of India. Honorable HM, Honorable PM, they are themselves monitoring the situation on a day-to-day basis. And we were the first ones to reach here. We reached here on 30th of morning at about 4:45. So our teams have been operating since that time. And yes, we were able to save some people. We were able to rescue some people who were critically injured. But unfortunately, the disaster was so huge that there has been a huge loss of life. And we are still trying to search for more people and maybe dead bodies. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണമെന്ന് പറഞ്ഞു. ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാകണം. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നയങ്ങൾ മാറുകയും വേണം. പരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണം. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനം വേണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെയും ഉൾപ്പെടെ കേസിൽ കക്ഷി ചേർത്തു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് എല്ലാ വെള്ളിയാഴ്ചയും പരിഗണിക്കും. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് തുക നൽകി കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്ര തന്ത്രി ജോബിഷ്. ഭക്തരിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും നമ്മൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന് കൈമാറി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായവുമായി റിലയൻസ് ഫൗണ്ടേഷൻ. വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവർക്ക് സൌജന്യ ജിയോ ഭാരത് ഫോണുകൾ നൽകുന്ന പദ്ധതിക്ക് റിലയൻസ് ഫൗണ്ടേഷൻ തുടക്കമിട്ടു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ടെലികോം വിഭാഗമായ ജിയോയിലൂടെയാണ് ജിയോ ഭാരത് ഫോണുകൾ സൌജന്യമായി നൽകുന്നത്. 1 വർഷത്തെ റീവാലിഡിറ്റിയോടുകൂടിയാണ് ഫോൺ നൽകുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ഇത്തവണ ഓണത്തിന് പുലികളിയില്ല. കുമ്മാട്ടിക്കളിയും ഡിവിഷൻ തല ഓണാഘോഷവും ഒഴിവാക്കി. സെപ്റ്റംബർ 18-നായിരുന്നു പുലികളി നടക്കേണ്ടിയിരുന്നത്. 16, 17 തീയതികളിലായിരുന്നു കുമ്മാട്ടിക്കളി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം വേണ്ടെന്ന് ഇന്ന് ചേർന്ന തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു.
ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ സഭയുടെ നിലപാട് തെറ്റായി പോയി എന്ന് തോന്നുന്നില്ല എന്ന് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. കർഷകർ കൃഷി ചെയ്തതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന കാഴ്ചപ്പാട് പ്രശ്നത്തെ നിസാരവൽക്കരിക്കുന്നതാണ്. കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ പരിഗണിക്കാതെയുള്ളതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. വയനാട് ദുരന്തത്തെ സർക്കാർ ഇടപെടലിൽ സഭയ്ക്ക് സംതൃപ്തിയാണെന്നും സുരക്ഷിതമായി പുനരധിവാസം നൽകണമെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ഇവിടെ അതിവർഷത്തിന്റെ സാധ്യതയുണ്ടായിരിക്കും. പശ്ചിമഘട്ടത്തിൽ അത് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ ബഹുഭൂരിപക്ഷവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ്. തന്നെയുമല്ല, ഈ കർഷകർ 70 വർഷമായിട്ട് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം ഇവിടെ മൈനിങ് മാഫിയകളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മറ്റ് റിസോർട്ട് മാഫിയകളും. അവരുടെ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുക. അതേസമയം കർഷകൻ എല്ലാ പ്രതിസന്ധിയുടെയും ഇരയാണ് എന്ന് അല്ലെങ്കിൽ ഉത്തരവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് നീതിപൂർവമായൊരു സമീപനമായി ഞങ്ങൾ കരുതുന്നു. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം. വൈത്തിരി, ബത്തേരി താലൂക്കുകളിലെ പൊഴുതല, അച്ചൂരാൻ, അമ്പലവയൽ, നെന്മേനിയിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, കാരാറ്റപ്പടി, മയിലാടിപ്പടി, ചോലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇടിവെട്ടുന്നത് പോലെ വലിയ ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അമ്പലവയൽ GLP സ്കൂളിന് അവധി നൽകി. വയനാട്ടിൽ അനുഭവപ്പെട്ടത് ഭൂചലനമല്ല എന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അധികൃതർ അറിയിച്ചു. MG മിഥുന്റെ റിപ്പോർട്ടിലേക്ക്. ഇടയ്ക്കൽ എന്ന പ്രദേശത്തെ ഭാഗത്താണ് രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയ സൗണ്ടോടുകൂടി വലിയ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഭീതിയിലാണ്. 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളിവിടെ കഞ്ഞി കുടിച്ചിരിക്കുവായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് പണിയെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടയൊക്കെ ഇറക്കാണ്ടായിരുന്നു. അപ്പൊ അത് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്നൊരു സൗണ്ട് കേട്ടെ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ കൂണിടിയൊക്കെയാന്നൊക്കെ വിചാരിച്ചു. മുഴക്കം വല്ലതും ഉണ്ടായിരുന്നു സമയത്ത്? നല്ലൊരു മുഴക്കം തന്നെ, ഒരു എന്താ പറയാ, ഒരു ഇടിമുഴക്കം പോലത്തെ ഒരു സൗണ്ട്. അമ്പുകുത്തി എന്ന പ്രദേശത്താണ്. ഇവിടെയാണ് വലിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഒരു 2 പ്രാവശ്യം ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഇടി പൊട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അത് അവിടെ ഈ കടയുണ്ട്, ഇവിടെ ആ കടേന്റെ സെറ്ററൊക്കെ അങ്ങനെ ഇളകുന്ന പോലെ കുലുങ്ങി. വീട് ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണോ? ഞങ്ങൾ ഇവിടെ തന്നെ. ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പ് പണിയെടുക്കുകയാണ്. പണിയെടുക്കുന്ന ആ സമയത്താണ്. പേടിയുണ്ട് ചെറുതായിട്ടൊക്കെ, പിന്നെ വലിയ പേടിയൊന്നും ഇല്ലേനു. പേടിയില്ല, എല്ലാവർക്കും മരിക്കുമ്പോ ഒപ്പം മരിക്കാമല്ലോ. സമീപത്തുള്ള ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടായി എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെറുതായിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു സെക്കൻഡ് പിന്നെ ചെറിയ ചലനം ഉണ്ടായിരുന്നു. അത് 2 വർഷം മുമ്പ്. അപ്പൊ അതിന്റെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്ന പാത്രങ്ങള് ഒന്നിങ്ങനെ ചാടി നിന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലബ്ബ് ഉണ്ട്. അപ്പൊ തലേദിവസം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അവിടുന്ന് ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം ക്ലബ്ബ് ഇറക്കാൻ നോക്കുമ്പോ ഈ ചുമര് അതുപോലെ തന്നെ തറ ഒന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അത് അന്ന് പിന്നെ അത് ഇതുപോലെ വയനാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അത്ര മൈൻഡ് ചെയ്തില്ല. മലയ്ക്ക് കീഴിലാണ് ഈ ഒരു കടയുള്ളത്. ഈ ഭാഗത്ത് ആണ്, ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു പ്രകമ്പനം ഈ ഒരു കടക്കുണ്ടായത് എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത്. വീട്ടിലൊരു പിഞ്ഞാണ് ഇങ്ങനെ നിലത്തിയാടി കിടക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു? അങ്ങനെ അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. ഈ സൗണ്ടിന്റെ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. കട തുറക്കാനായ സമയത്താണ്. അപ്പൊ സൗണ്ട് ഇങ്ങനെ ഇടി മുഴക്കം പോലെ കേട്ടിരുന്നു. അപ്പൊ മൂപ്പർക്കാണ് അവിടെ ഇതിന്റെ മേലെ ജെർക്കിങ് ഉണ്ടായിന്ന് പറഞ്ഞു. ഇത് എപ്പോഴായിരുന്നു സംഭവം ഇങ്ങനെ? ഒരു 10 മണി സമയമായപ്പോഴാണ്. ഞാൻ കടന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു മോൾ ഭാഗത്തുനിന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ കടന്റെ ഈ ഫ്രണ്ടിലെ ഷീറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ജർക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറ്റി കുരങ്ങന്റെ ശല്യം ഉണ്ട്. അപ്പൊ കുരങ്ങന്തെങ്കിലും ഓടിയായിരിക്കും വിചാരിച്ചു. അപ്പൊ കുറെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഒന്നും ഒരു അനുഭവം ഉണ്ടായില്ല. അപ്പൊ എനിക്ക് എന്റെ തോന്നലാന്ന് വിചാരിച്ചാൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നോക്കും, അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇടക്കൽ ഭാഗത്തുനിന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ ഒരു സൗണ്ട് കേട്ടല്ലോ എന്ന് തന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായി പറഞ്ഞു. അപ്പൊ അവർ സൗണ്ട് കേട്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. എനിക്കിങ്ങനെ ഈ നമ്മൾ ഈ മട്ടിപ്പാറയൊക്കെ ഉപ്പിട്ട് വെടിവെക്കുന്ന സമയത്ത് ഭും എന്നുകൊണ്ട് ഇങ്ങനെ പൊന്തും, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ വേറെ പാറ ഇറങ്ങി പൊട്ടിക്കുന്നുണ്ടോ അങ്ങനെ എന്താ. അപ്പൊ അവർക്കും അങ്ങനത്തെ ഭയങ്കര സൗണ്ടാ ഫീൽ ചെയ്തത്. അപ്പൊ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. അപ്പൊ അവരാ എന്നെ വിളിച്ചത്. അങ്ങനെ നോക്കും പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇവിടെയുള്ള ആളുകൾക്ക് മലയുടെ മുകളിലാണ് ഫീൽ ചെയ്തത്. ഈ ഭാഗത്തുള്ളവർക്ക് അങ്ങ് തൊവരിവല ആ ഭാഗത്തു നിന്നുള്ള പോലെയാണ് അങ്ങോട്ടുള്ളവർക്ക് ഫീൽ ചെയ്തത്. എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ? അല്ല, നമ്മൾ സൗണ്ട് കേട്ടെന്ന് വെച്ചാൽ ഒരു 10 മണി കൂടിയാണ് നമ്മൾ ഒരു
ഇതൊരു എന്താ പറയാ, നല്ലൊരു മഴക്കാലത്ത് നമ്മൾ നല്ല ഇടിവെട്ടിയൊരു ശബ്ദമേ ഇല്ലേ, അതേപോലെ ഒരു ഇടിവെട്ടൊരു ശബ്ദം കേട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പുറത്ത് കാണാൻ നല്ല വെയിലുള്ള ടൈമാണ്, മഴക്കാറില്ല ഒന്നുമില്ല. എന്താണ് ഇടിവെട്ടി ശബ്ദം പറഞ്ഞ് നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ എല്ലാവരും വിളി വരുന്നത്. ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ മെമ്പറാണ്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ക്യാമ്പൊന്നും തൽക്കാലത്തേക്ക് തുടങ്ങാൻ പോകുന്നില്ല. ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നുമില്ല. ഇനി മാറി പോകേണ്ടവർക്ക് ബന്ധു വീട്ടിലേക്കൊക്കെ പോവാൻ നമ്മളെ അറിയിച്ചുകൊണ്ട് ആ ഒരു തീരുമാനത്തിലെത്തിയിരിക്കും. അങ്ങനെ തീരുമാനം. ഇതിന്റെ പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് നടക്കുമ്പോൾ കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. ഉരുൾപൊട്ടലിൽ വളരെയധികം ആളുകൾ മരണപ്പെട്ടു. അങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായപ്പോൾ ജനങ്ങൾ മുഴുവൻ ഭീതിയിലാണ്. ആ ഭീതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെറിയ ശബ്ദം അല്ലെങ്കിൽ ഇവിടെ ഒരു ശബ്ദം ഉണ്ടായപ്പോൾ ജനങ്ങളൊക്കെ ആകെ ആശങ്കയായിരിക്കുന്നത്. പേടിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ജനങ്ങളെ അറിയിക്കാറുള്ളത്. ഇവിടെ ഒരു വലിയ ഉഗ്രശബ്ദം കേട്ടു എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത്. അത് വളരെ ഗൌരവത്തിൽ തന്നെയാണ് കാണുന്നത്. ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക ഗൌരവമായി കണ്ട് ഗവൺമെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും ജില്ലാ ഭരണകൂടവും ഭയമുള്ള എല്ലാവരെയും മാറ്റി മറ്റ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നിലവിൽ ഈ സാഹചര്യത്തിൽ ഇവിടെയൊന്നും തന്നെ നേരത്തെ ഇത്തരത്തിൽ പ്രകമ്പനമൊന്നും കേട്ടിട്ടില്ല, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇല്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ MLA പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് 2 വർഷം മുമ്പ് സമാനമായ രീതിയിലുള്ള സൗണ്ട് കേട്ടിരുന്നു. ഭൂമികുലുക്കമല്ല ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായാൽ സമീപ പ്രദേശങ്ങളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് വിദഗ്ധർ അറിയിച്ചിട്ടുള്ളത്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആധികാരികമായ കൂടുതൽ വിവരങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കണമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഒരു ഭൂമികുലുക്കം എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഭൂമികുലുക്കമല്ല എന്ന് NCS പറയുന്നുമുണ്ട്. അപ്പോ നാഷണൽ സീസ്മിക് സെന്ററിന്റെ ഒരു തരത്തിലും അവരുടെ പോർട്ടൽ പരിശോധിച്ചിട്ടും നേരിട്ട് സംസാരിച്ചിട്ടും ഭൂകമ്പമല്ല എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാവുന്ന വിധത്തിൽ അത് വന്നിട്ടുമില്ല. KSEB ഞങ്ങൾ സമീപിച്ചു. അവരുടെ കേന്ദ്ര സ്വീകരണ നിലയങ്ങളിൽ നിന്ന് ലഭിച്ച അനലോഗ് ഡിജിറ്റൽ സിഗ്നലുകൾ അതെല്ലാം പരിശോധിച്ചു. അവിടെയും ഭൂമികുലുക്കം ഉണ്ടായതായി കാണുന്നില്ല. എന്തായാലും സംഭവത്തിന്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്ത് ഈ വിവരങ്ങൾ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഈ മേഖലയിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നവര് നോക്കുന്നുമുണ്ട്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ടതായി നാട്ടുകാർ. കൂടരഞ്ഞി, കാരശ്ശേരി പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലെ മണാശ്ശേരിയിലെ വിവിധ സ്ഥലങ്ങളിലുമാണ് ശബ്ദം കേട്ടത്. കോഴിക്കോട് മുക്കത്ത് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുക്കം നഗരസഭയിലെ വെണ്ണക്കോട് പ്രവർത്തിക്കുന്ന MTS കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള കിണറാണ് ഇടിഞ്ഞത്. രാവിലെ 8 മണിയോടെ കിണറ്റിൽ നിന്നും വലിയ ശബ്ദമുണ്ടാവുകയും ഇടിയുകയുമായിരുന്നു. ഡ്രൈ ഡേയിൽ ഉപാധികളോടെ മാറ്റമെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ കടന്നിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. പലതരം നിർദ്ദേശങ്ങൾ ഉയർന്നുവരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മദ്യനയത്തിന്റെ അന്തിമ രൂപം ചർച്ചയിലാണെന്നും ഇപ്പോഴുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഡ്രൈ ഡേ ഉപാധികളോടെ മാറ്റം കൊണ്ടുവരും, അങ്ങനെ ഒരു ശുപാർശ മദ്യനയത്തിന്റെ കരടിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിക്കാനുള്ള പത്രസമ്മേളനം നടക്കുന്നതിൻ്റെ രാവിലെ വരെ ഇത്തരത്തിലുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ഡ്രൈ ഡേ എടുത്തു കളയാൻ പോകുന്നു എന്നതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ധാരാളം സ്പെക്കുലേഷന് സ്കോപ്പുള്ള ഒന്നാണ് ഈ മദ്യനയം എന്നത്. വലിയ താല്പര്യവും പലർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ ആ സ്പെക്കുലേഷൻ നടക്കട്ടെ എന്നുള്ളത് എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. ഇപ്പോൾ സർക്കാർ മദ്യനയം സംബന്ധിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച ഏറെക്കുറെ പൂർത്തിയാക്കി. ആ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ചർച്ചയിൽ ഇങ്ങനെ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ വന്ന പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രസക്തമായിട്ടുള്ളതുമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നയം സർക്കാർ ഇതുവരെ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റ് ചെയ്യുന്നിടത്തോളം സ്പെക്കുലേഷൻ കൂടുമെന്നുള്ളത് ശരിയാണ്. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന ഒന്നല്ല. കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധത്തിൽ സംഘർഷം. ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഉപരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി വീശി.
കൊച്ചി നെട്ടൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ +1 വിദ്യാർത്ഥിനി ഫിദയുടെ മൃതദേഹം കണ്ടെത്തി. മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പരിശോധനയിൽ വലയിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 6:30 ഭക്ഷണാവശിഷ്ടങ്ങൾ കളയാൻ കായലിലിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടാണ് ഫിദയെ കാണാതായത്. മലപ്പുറം മൈലാടിപ്പാലം സ്വദേശി മുതിരപ്പറമ്പിൽ ഫിറോസിന്റെയും ഫാത്തിമ മുംതാസിന്റെയും മൂത്ത മകളാണ്. ഫിദയുടെ കുടുംബം നെട്ടൂരിൽ 1.5 മാസമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം. സിബിഐ ഇഡി കേസുകളിലാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. 17 മാസത്തിന് ശേഷമാണ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചത്. 17 മാസമായി ജയിലിൽ കഴിയുന്ന ഒരാളുടെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും വേഗത്തിൽ വിചാരണ നടത്തണമെന്ന പൌരന്റെ അവകാശം ലംഘിക്കുകയാണെന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സിസോദിയെ 2 ലക്ഷം രൂപ കെട്ടിവെക്കണം, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭരണഘടനയുടെ വിജയമാണ് ഉണ്ടായതെന്ന് ജയിൽ മോചിതനായ ശേഷം മനീഷ് സിസോദിയ പ്രതികരിച്ചു. തിരുവനന്തപുരം ശ്രീകാര്യം പൌഡിക്കോണത്ത് കൊലക്കേസ് പ്രതിക്ക് വെട്ടേറ്റു. കുറ്റ്യാണി സ്വദേശി വെട്ടുകത്തി ജോയിക്കാണ് വെട്ടേറ്റത്. കാറിലെത്തിയ 3-അംഗ സംഘമാണ് വെട്ടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. രാത്രി 9 മണിയോടെ പൌഡിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു സംഭവം. കാപ്പക്കേസിൽ ജയിൽവാസം കഴിഞ്ഞ് 2 ദിവസം മുൻപാണ് ജോയി പുറത്തിറങ്ങിയത്. ജോയിയെ കാറിലെത്തിയ സംഘം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് വെട്ടുകയായിരുന്നു. 2 കാലിലും ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റലിൽ രാത്രി നേരങ്ങളിൽ ഭീതി പടർത്തിയ ആൾ പിടിയിൽ. 17 വയസ്സുകാരനാണ് പിടിയിലായത്. വിദ്യാർത്ഥിനികൾ ഇയാളെ തിരിച്ചറിഞ്ഞു. 3 തവണ ഹോസ്റ്റലിലെത്തിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകി. ബംഗളൂരുവിൽ ഒളിവിലായിരുന്ന 17-കാരൻ കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസ് പിടിച്ചത്. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. കായംകുളം MSM കോളേജിൽ വിദ്യാർത്ഥിനികളെ ഭയപ്പാടിലാക്കിയ ഹോസ്റ്റലിലെത്തിയ അപരിചിതനാണ് ഇന്നലെ രാത്രിയോടെ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഒരാഴ്ചയായി ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൌമാരക്കാരനായ 17-കാരനാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. 3 തവണ ഇയാൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങൾ വിവാദമായതോടുകൂടി അന്വേഷണം ആരംഭിച്ചതോടുകൂടി ഇയാൾ ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്നും പിന്നീട് കൊല്ലത്തെത്തിയ ശേഷമാണ് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ പിടികൂടിയിട്ടുള്ളത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കൌമാരക്കാരനെ ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം തന്നെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ഇയാളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഹോസ്റ്റലിൽ അപരിചിതന്റെ സാന്നിധ്യം വിദ്യാർത്ഥിനികൾ തിരിച്ചറിയുന്നത്. ഹോസ്റ്റലിലെ ശുചിമുറിയിലടക്കം ഇയാൾ എത്തിയിരുന്നു. പിന്നീട് കുട്ടികൾ താമസിക്കുന്ന മുറിയിലും എത്തി. തുടർന്ന് വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ന്യൂസ് 18 ഈ സംഭവം പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഈ ഹോസ്റ്റലിലെത്തിയ വ്യക്തിയുടെ CCTV ദൃശ്യങ്ങൾ അടക്കം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഈ CCTV ദൃശ്യങ്ങളുള്ള വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള കൌമാരക്കാരൻ. പക്ഷേ കുട്ടികൾ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ഇയാൾ മാത്രമല്ല കോളേജ് ഹോസ്റ്റലിൽ എത്തിയിട്ടുള്ളത്, മറിച്ച് ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വാദവും കുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഹോസ്റ്റലിൽ എത്തിയത് കൌമാരക്കാരനാണ് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞെങ്കിലും കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടെ എത്തിയ ആൾ മറ്റൊരാളാണ്, അതൊരു മുതിർന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിലെത്തിയ കൌമാരക്കാരനെ കുട്ടികൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ കോളേജിലെ അധ്യാപക സംഘടന അടക്കം വലിയ പ്രതിഷേധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സുരക്ഷിതമായ സാഹചര്യം വിദ്യാർത്ഥിനികൾക്ക് ഉണ്ടാവണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഹോസ്റ്റലിലെ ലൈസൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അത് പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യവും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം ഉറപ്പുവരുത്തണമെന്നും കോളേജിലെ അധ്യാപകർ തന്നെ സർവകലാശാലയ്ക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിക്കൊണ്ട് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും വലിയ ആശങ്കയ്ക്ക് ഒരു ചെറിയ പരിധിവരെയെങ്കിലും വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ തുടർച്ചയായി എത്തിയ കൌമാരക്കാരനെ പോലീസ് പിടിച്ചിട്ടുള്ളത്. മറിച്ച് ഇയാൾ മാത്രമല്ല കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് വിദ്യാർത്ഥിനികൾ ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ആശങ്കയുടെ സാഹചര്യം കൂടി പരിഹരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒളിവിലായിരുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം നശിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം ഇനിയും നടത്തേണ്ടതായുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 6ാം മെഡൽ. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 6ാം മെഡൽ. ഗുസ്തിയിൽ അമൻ സഹാവത്ത് വെങ്കലം നേടി പോർട്ടിക്കോയുടെ ഡാരിയൻ ക്രൂസിനെയാണ് തോൽപ്പിച്ചത്.
1 വെള്ളിയും 5 വെങ്കലവും അടക്കമാണ് ഇന്ത്യക്ക് 6 മെഡൽ നേട്ടം ഒളിമ്പിക്സിൽ. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ പങ്കിടണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ കായിക തർക്കപരിഹാര കോടതി വാദം കേട്ടു. വിനേഷിനായി അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരായി. അതേസമയം വിനേഷിന് വെള്ളി മെഡലിന് അർഹതയുണ്ടെന്ന് സച്ചിൻ തെണ്ടുൽക്കർ എക്സിൽ കുറിച്ചു. 24 മണിക്കൂറിനുള്ളിൽ അപ്പീലിൽ തീരുമാനമുണ്ടാകും എന്ന് കോടതി വ്യക്തമാക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കാലിനാണ് ഇങ്ങനെ ഒരു ശബ്ദം അസ്വാഭാവിക